പാർട്ടികളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിൽ അറസ്റ്റ് ചെയ്ത രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ വിട്ടയച്ചു. നേരത്തെ പ്രതിഷേധക്കാരെ പോലീസ് കൂട്ടത്തോടെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. രാഹുൽ ഗാന്ധിയെയും കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ പോലീസ് വലിച്ചിഴച്ചു. സ്ത്രീകളെ ഉൾപ്പെടെയുള്ളവരെ അതിക്രൂരമായിട്ടാണ് പോലീസ് നേരിട്ടത്. തലസ്ഥാന നഗരിയിൽ യുദ്ധസമാനമായ നടപടികളാണ് സമരക്കാർക്ക് നേരെ പോലീസ് നടത്തിയത്. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ കൂടി ചേരുന്നു. വിഷ്ണു, ഇപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട CJP പ്രതിഷേധം കടുപ്പിക്കുകയാണ്. അതേസമയം വിമർശനങ്ങൾക്കൊടുവിൽ ഒരു ബദൽ പ്രതിഷേധം നടത്തിയ രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാക്കളെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു നാടകീയമായ രംഗം അടക്കം കണ്ടിരുന്നു. ഇപ്പോൾ അതിനുശേഷം രാഹുൽ ഗാന്ധിയെ അടക്കം വിട്ടയച്ചു എന്നൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. മറുവശത്ത് CJP ശക്തമായ പോരാട്ടം തുടരുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉമ, ഇന്നലെയും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വന്നത്. പ്രത്യേകിച്ച് CJP പ്രതിഷേധത്തിന് കോൺഗ്രസ് ഒരു പിന്തുണ നൽകിയിരുന്നില്ല. അതോടൊപ്പം തന്നെ സോനം വാങ്ചുക് ഉൾപ്പെടെ നിരാഹാര സമരം നടന്നിട്ടും മറ്റ് പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഇത്തരത്തിൽ സമരപന്തലിലേക്ക് എത്തിയിട്ടും കോൺഗ്രസ് എത്താത്തതിൽ വലിയ പ്രതിഷേധം, രാഹുൽ ഗാന്ധി എത്താത്തതിൽ വലിയ വിമർശനം ഉയർന്ന ആ ഒരു ഘട്ടത്തിലാണ് ഇന്ന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു സമാന്തര സമരം അരങ്ങേറിയത്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് എംപിമാർ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് എംപിമാരെല്ലാം വലിയ പ്രതിഷേധത്തിലേക്ക് പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വലിയ സംഘർഷ സാഹചര്യം തന്നെയായിരുന്നു. അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കളും കോൺഗ്രസ് എംപിമാരുടെ സമരത്തിന് പിന്തുണയായി പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു. ഇവരെയൊക്കെ തന്നെ പോലീസ് വലിയ ബലപ്രയോഗത്തിലൂടെയാണ് അവിടെ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. ശരി, വിഷ്ണു തലവൂരാണ് വിവരങ്ങളുമായി ചേർന്ന്. എന്നാലും CJP ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. അവരുടെ അവകാശ പോരാട്ടങ്ങൾക്കായി ശബ്ദമുയർത്തിക്കൊണ്ടേയിരിക്കുമെന്ന ഉറച്ച നിലപാടിൽ തുടരുകയാണ് CJPയും യുവാക്കളും. വിഷ്ണു തലവൂരാണ് വിവരങ്ങളുമായി ചേർന്നത്.